മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് രംഗത്ത് കഴിഞ്ഞ 40-ലധികം വർഷങ്ങളായി വിജയത്തിന്റെ ജൈത്രയാത്ര തുടരുന്ന ഇന്ത്യയിലെ നമ്പർ 1 സ്ഥാപനം പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. അതെ, ചരിത്ര നേട്ടങ്ങളുടെ പിന്നണിയിൽ ഞങ്ങൾക്കൊപ്പം കരുത്തായി എന്നും കൂടെയുള്ളത് ബ്രില്യന്റിലെ തന്നെ നമ്പർ 1 അധ്യാപകരാണ്. ബ്രില്യന്റിലെ അധ്യാപക സമൂഹം എല്ലാം മറന്നാഘോഷിക്കുന്ന സുദിനം ബ്രില്യന്റ് പ്രൊഫസേഴ്സ് ഫാമിലി മീറ്റ് 2025. വർണ്ണശബളമായ ഈ ആഘോഷത്തിന്റെ ഭാഗമാകുന്ന എല്ലാവർക്കുമായി സ്വാഗതം ആശംസിച്ചത് ബ്രില്യന്റ് ഡയറക്ടർ ശ്രീ സ്റ്റീഫൻ ജോസഫ് സാറായിരുന്നു. കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, തിരുവനന്തപുരത്തു നിന്നും, കോഴിക്കോട് നിന്നും, കണ്ണൂരിൽ നിന്നും, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും തന്നെ മറ്റ് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഞങ്ങളുടെ ബ്രില്യൻറ്റ് കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഞാൻ ഇന്നത്തെ ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 40 വർഷമായുള്ള ബ്രില്യന്റിന്റെ വിജയത്തിന് പിന്നിൽ അധ്യാപകർക്കുള്ള സ്ഥാനം അത്രമേൽ വലുതാണ്. ബ്രില്യന്റ് ഇന്ന് ലോകമെമ്പാടുമായി അറിയപ്പെടുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ വിജയം കൊണ്ടാണ്. എന്നാൽ ആ വിദ്യാർത്ഥികൾ വിജയം നേടിയത് രാജ്യത്തെ നമ്പർ 1 പ്രൊഫസർമാർ നയിച്ച ക്ലാസ്സുകളിലൂടെയാണ്, ബ്രില്യന്റ് ഒരുക്കി കൊടുത്ത സംവിധാനങ്ങളിലൂടെയാണ്. ബ്രില്യന്റിന്റെ വളർച്ചയുടെ പടവുകളിൽ അന്നും ഇന്നും ഒരിക്കലും വിസ്മരിക്കാനാവാത്ത വ്യക്തികളാണ് ബ്രില്യന്റിലെ അധ്യാപകർ എന്ന് പറയുന്നത്. 25 വർഷക്കാലമായി ബ്രില്യന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന അധ്യാപകരെയും ഇന്നും 70ന്റെ നിറവിൽ ഒരുപാട് മക്കളുടെ മനസ്സിൽ ജീവിക്കുന്ന ഞങ്ങളുടെ സ്വന്തം സീനിയർ മോസ്റ്റ് പ്രൊഫസേഴ്സിനെയും വേദിയിൽ ആദരിച്ച മനോഹര ദൃശ്യങ്ങളിലേക്ക്. ബഹുമാനപ്പെട്ട KV എബ്രഹാം സാർ, തന്റെ 89ാമത്തെ വയസ്സിലും അധ്യാപന രംഗത്ത് സജീവമായി നിലകൊള്ളുകയും ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ 30 വർഷമായി സേവനം അനുഷ്ഠിച്ചു വരികയും ചെയ്ത KV എബ്രഹാം സാർ. മുൻപ് തിരുവല്ല മാർത്തോമ കോളേജിൽ ഇദ്ദേഹം ദീർഘകാലം അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയാണ് ഏറെ ബഹുമാനത്തോടെ വേദിയിൽ ആദ്യമായി ആദരിച്ചത് പ്രൊഫസർ IC അച്ചുമോൻ സാർ. കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞ 31 വർഷങ്ങളായി വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകിയ വ്യക്തിത്വമാണ് 81 വയസ്സുള്ള പ്രൊഫസർ IC അച്ചുമോൻ സാർ. കോട്ടയം CMS കോളേജ് അധ്യാപകനായി ദീർഘകാലം അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം ബ്രില്യന്റ് ഫാമിലി ഒന്നടങ്കം ആദരിച്ചു. KN ഗോപാലകൃഷ്ണൻ സാർ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ എല്ലാം ഏറ്റവും പ്രിയങ്കരനായ KNG സാർ. ബ്രില്യന്റ് ബോട്ടണി വിഭാഗത്തിൽ 31 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ KN ഗോപാലകൃഷ്ണൻ സാർ കാലടി ശ്രീശങ്കര കോളേജിലെ മുൻ HOD കൂടിയാണ്. 87ാമത്തെ വയസ്സിലും ബ്രില്യന്റിന്റെ സന്തത സഹചാരിയായ KNG സാറിനെ ആദരിച്ച ഓരോ നിമിഷവും ബ്രില്യന്റ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനം നിറഞ്ഞ ഒന്നായിരുന്നു. പ്രൊഫസർ ജേക്കബ് P. ജോൺ ബ്രില്യന്റ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ 26 വർഷത്തെ സേവനം പൂർത്തിയാക്കുന്നതിന് മുൻപ് തുരുത്തിക്കാട് BAM കോളേജിൽ HOD-ആയി നിരവധി വർഷം പ്രവർത്തിച്ചയാളാണ് 82 വയസ്സുള്ള പ്രൊഫസർ ജേക്കബ് P. ജോൺ. പ്രൊഫസർ M. മാത്തച്ചൻ സാർ തന്റെ 82ാമത്തെ വയസ്സിലും 26 വർഷത്തെ ബ്രില്യന്റ് അധ്യാപന ജീവിതം തുടർന്നു വരുന്ന വ്യക്തിത്വമാണ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ M. മാത്തച്ചൻ സാർ. ബ്രില്യന്റിൽ എത്തും മുൻപ് പാലാ സെന്റ് തോമസ് കോളേജിൽ ഫിസിക്സ് വിഭാഗം മേധാവിയായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. പ്രിയ അധ്യാപകനെ ഒരുപാട് സ്നേഹത്തോടെ ബ്രില്യന്റ് ഡയറക്ടേഴ്സും ബ്രില്യന്റ് ഫാമിലി ആദരിക്കുകയുണ്ടായി. പ്രൊഫസർ NT സക്രിയ. പ്രൊഫസർ NT സക്രിയ സാർ കഴിഞ്ഞ 26 വർഷങ്ങളായി ബ്രില്യന്റ് കെമിസ്ട്രി വിഭാഗത്തിലെ അധ്യാപകനാണ്. അതിനു മുൻപ് പാലാ സെന്റ് തോമസ് കോളേജിൽ അദ്ദേഹം HOD-ആയി സേവനമനുഷ്ഠിച്ചു. 80ാം വയസ്സിലും അധ്യാപന മേഖലയിൽ സജീവമായി നിലകൊള്ളുന്ന അദ്ദേഹത്തെ മഹത്തായ വേദിയിൽ വെച്ച് അനുമോദിക്കുകയുണ്ടായി. കെമിസ്ട്രി വിഭാഗത്തിൽ കഴിഞ്ഞ 18 വർഷങ്ങളായി അധ്യാപന ജീവിതം നയിച്ചയാളാണ് 79-കാരനായ പ്രൊഫസർ KN സുധാകരൻ നായർ. മാന്നാനം KE കോളേജിൽ അദ്ദേഹം HOD-ആയി സേവനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ബ്രില്യന്റ് കുടുംബത്തിന്റെ ഭാഗമായത്. ഏറെ ബഹുമാനത്തോടെ പ്രിയ അധ്യാപകനെ വേദിയിൽ ആദരിക്കുകയുണ്ടായി.
പ്രൊഫസർ പി രാജൻ സാർ. കഴിഞ്ഞ 21 വർഷമായി ബ്രില്യൻ സുവോളജി ഡിപ്പാർട്ട്മെന്റിൽ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകനാണ് 80 വയസ്സുകാരനായ പ്രൊഫസർ പി രാജൻ സാർ. ചേർത്തല SN കോളേജിൽ നിരവധി വർഷത്തെ അധ്യാപന മികവ് പൂർത്തിയാക്കിയാണ് അദ്ദേഹം ബ്രില്യന്റിലെത്തിയത്. രാജൻ സാറിനെ ഒരുപാട് സ്നേഹത്തോടെ വേദിയിൽ ആദരിച്ച നിമിഷങ്ങൾ ബ്രില്യൻ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവില്ല. പ്രൊഫസർ KT തോമസ്. മാന്നാനം KE കോളേജിലെ ദീർഘകാലത്തെ അധ്യാപന ജീവിതം പൂർത്തിയാക്കി ബ്രില്യൻ കുടുംബത്തിലെത്തിയ പ്രൊഫസർ KT തോമസ് സാർ കഴിഞ്ഞ 24 വർഷങ്ങളായി ബ്രില്യൻ കെമിസ്ട്രി വിഭാഗത്തിലെ നിറ സാന്നിധ്യമാണ്. 74-ാമത്തെ വയസ്സിലും വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകുന്ന ഈ സീനിയർ അധ്യാപകൻ അർഹിക്കുന്ന എല്ലാ ബഹുമാനത്തോടുകൂടിയും ആദരവുകൾ ഏറ്റുവാങ്ങി. പ്രൊഫസർ ഡോക്ടർ TU മത്തായി. 77-കാരനായ മത്തായി സാർ ബ്രില്യന്റിലെ ഒരു സീനിയർ അധ്യാപകനാണ്. 21 വർഷങ്ങളായി ബ്രില്യൻ കെമിസ്ട്രി വിഭാഗത്തിൽ അധ്യാപകനാണ് അദ്ദേഹം. കോട്ടയം CMS കോളേജിൽ HOD ആയി സേവനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹം ബ്രില്യൻ ഫാമിലിയിൽ അംഗമായത്. അടുത്തതായി ആദരവേറ്റുവാങ്ങിയത് പ്രൊഫസർ സോമൻ KK. സുവോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ സോമൻ KK സാറാണ് തന്റെ 70-ാം വയസ്സിലും വിദ്യാർത്ഥികൾക്കായി അധ്യാപന ജീവിതം തുടരുന്നു. ബ്രില്യന്റിലെ 22 വർഷത്തെ അധ്യാപന ജീവിതത്തിന് മുൻപ് നൈജീരിയയിലെ ഗവൺമെന്റ് കോളേജ് ഉമാഹിയായിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഡോക്ടർ N ഗോപിനാഥപിള്ള. കഴിഞ്ഞ 24 വർഷങ്ങളായി സുവോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്രധാന അധ്യാപകരിൽ ഒരാളായ പ്രൊഫസർ ഡോക്ടർ N ഗോപിനാഥപിള്ള സാറിനെ ബ്രില്യൻ ടീം ഒരുപാട് നന്ദിയോടെയാണ് ആദരിച്ചത്. തന്റെ 71-ാം വയസ്സിലും അദ്ദേഹം അധ്യാപന രംഗത്ത് സജീവമാണ്. മുൻകാലങ്ങളിൽ ഇദ്ദേഹം കായംകുളം MSM കോളേജിലെ HOD ആയിരുന്നു. പ്രൊഫസർ PT ജോസ് സാർ. കഴിഞ്ഞ 18 വർഷങ്ങളായി ബ്രില്യൻ കെമിസ്ട്രി വിഭാഗത്തിന്റെ കരുത്തായി നിലകൊള്ളുന്ന വ്യക്തിത്വമാണ് 72 വയസ്സുള്ള പ്രൊഫസർ PT ജോസ് സാർ. ബ്രില്യന്റിലെത്തും മുൻപ് കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ പ്രിൻസിപ്പളായി ഇദ്ദേഹം ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. ഈ അധ്യാപകനെയാണ് അടുത്തതായി വേദിയിൽ ആദരിച്ചത്. CG രാമൻകുട്ടി. കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ അധ്യാപകനാണ് പ്രൊഫസർ CG രാമൻകുട്ടി. 77-ാം വയസ്സിലും അദ്ദേഹം അധ്യാപന രംഗത്ത് സജീവമാണ്. മുൻപ് ആലുവ UC കോളേജിൽ വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം. പ്രൊഫസർ റോയ് തോമസ്. ബ്രില്യന്റിന്റെ ആരംഭകാലം മുതൽ, അതായത് കഴിഞ്ഞ 40 വർഷങ്ങളായി ഈ കുടുംബത്തിലെ അംഗമാണ് പ്രൊഫസർ റോയ് തോമസ് സാർ. ബ്രില്യന്റിന്റെ വളർച്ചയുടെ ഓരോ ആശയത്തിലും ഭാഗമായിരുന്ന അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെയാണ് ബ്രില്യൻ ഫാമിലി വേദിയിൽ ആദരിച്ചത്. പ്രൊഫസർ ജെയ്സൺ. 27 വർഷമായി ബ്രില്യന്റിന്റെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മുഖമായി സേവനമനുഷ്ഠിക്കുന്ന സീനിയർ അധ്യാപകനാണ് പ്രൊഫസർ ജെയ്സൺ ജോസ് സാർ. പ്രൊഫസർ റോഷ്നി G നായർ. ബോട്ടണി വിഭാഗത്തിൽ കഴിഞ്ഞ 25 വർഷമായി നിസ്വാർത്ഥ സേവനമനുഷ്ഠിക്കുന്ന ബ്രില്യന്റിലെ ഏറ്റവും മികച്ച അധ്യാപകരിൽ ഒരാൾ. റോഷ്നി മിസ്സിനെ അർഹിക്കുന്ന എല്ലാ ബഹുമാനത്തോടുകൂടിയും ബ്രില്യൻ ഫാമിലി വേദിയിൽ ആദരിച്ചു. ശ്രീ ബിനോയ് ജോസഫ്. ബ്രില്യന്റിന്റെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും കരുത്തായ ശ്രീ ബിനോയ് ജോസഫ് സാർ കഴിഞ്ഞ 25 വർഷങ്ങളായി ബ്രില്യന്റിനൊപ്പമുണ്ട്. ബിനോയ് സാറിനെ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയുണ്ടായി. അടുത്തതായി കെമിസ്ട്രി വിഭാഗത്തിലെ സീനിയർ അധ്യാപകനായ അനൂപ് സാറിന്റെ ഒരു മനോഹരമായ ഗാനം പ്രൊഫസേഴ്സ് മീറ്റിന് ഈണവും താളവും നൽകി. താളവിസ്മയത്തിന് മധുരം കൂട്ടാൻ മലയാളികളുടെ മനസ്സിലെ എക്കാലവും ജീവിക്കുന്ന മനോഹരമായ ഗാനങ്ങളുടെ ഇമ്പമുള്ള ഈണവുമായി എത്തി ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ജോബിൻ ആന്റണി സാറും ജിതേന്ദ്ര പ്രസാദ് സാറും. അടുത്തതായി ബ്രില്യന്റിന്റെ അമരക്കാരായ ബഹുമാനപ്പെട്ട ഡയറക്ടേഴ്സിന്റെ പ്രതിനിധിയായി ഡയറക്ടർ സന്തോഷ് കുമാർ സാർ സംസാരിച്ചു. ഞങ്ങളുടെ കൂടെ ഉണ്ടാകാനും ഞങ്ങളുടെ കൂടെയെല്ലാം നമ്മൾക്കെല്ലാം കൂടി ഒരുമിച്ചുണ്ടാകാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ജോബിൻസ് ആന്റണി സാറിനെ പോലെ തന്നെ ഒരുപാട് കഴിവുള്ള അദ്ദേഹത്തിന്റെ മകൾ ജുവൽ ട്രീസ ജോബിൻസ് വേദിയിൽ നൃത്തത്തിലൂടെ അരങ്ങ് തകർത്തു. ബോട്ടണി വിഭാഗത്തിലെ അതിപ്രഗത്ഭനായ അധ്യാപകൻ രമേശ് KN സാറിന്റെ മനോഹരമായ ഗാനത്തിന് പിന്നീട് വേദി സാക്ഷിയായി. അതിനുശേഷം ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ പ്രമുഖ അധ്യാപികയായ ട്വിങ്കി ജോസഫിന്റെ മകൾ ടിയ ബിനോഷിയുടെ അതിഗംഭീരമായ സിനിമാറ്റിക് ഡാൻസ് പെർഫോമൻസ് വേദിയെ പുളകം കൊള്ളിച്ചു. ബ്രില്യന്റിന്റെ ഓർമ്മകളും ബ്രില്യന്റിന്റെ വളർച്ചയുടെ പടവുകളും ഹൃദയം കൊണ്ട് പറഞ്ഞ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ അധ്യാപകനായ പ്രൊഫസർ റോയ് ജി സർ ഓരോരുത്തരുടെയും മനം കവർന്നു. അടുത്തതായി തന്റെ സ്വരമാധുര്യം കൊണ്ട് പ്രേക്ഷകരുടെ മനം കവർന്നത് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ സജേഷ് ബാബു സാറാണ്. മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ പ്രമുഖ അധ്യാപകനായ ശ്രീകാന്ത് വി പൈയുടെ മകൾ സാധിക എസ് പൈ വളരെ കളർഫുൾ ആയ ഡാൻസിലൂടെ ഏവരുടെയും മനം നിറച്ചു. ബോട്ടണി വിഭാഗത്തിലെ സീനിയർ പ്രൊഫസറായ റോഷ്നി ജി നായരുടെ മകൻ ഇഷാൻ ബി കൃഷ്ണ ഒരു തകർപ്പൻ ഗാനത്തിലൂടെ സ്റ്റേജിനെ ഇളക്കിമറിച്ചു. അടുത്തതായി ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ അധ്യാപകരിൽ ഒരാളായ ജെയ്സൺ സാറിന്റെ മക്കളായ അഞ്ജലി ജെയ്സന്റെയും അന്നു ജെയ്സന്റെയും എനർജറ്റിക് ആയ കിടിലൻ ഡാൻസ് പെർഫോമൻസ് ആണ് അരങ്ങേറിയത്. സുവോളജിയിലെ സനിത ടീച്ചറിന്റെ മകൾ ആഗത തനു റെജി ആലപിച്ച മെലഡി ഗാനം ഏവരെയും പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഫിസിക്സ് അധ്യാപകനായ പ്രവീൺ സാറിന്റെ മകൾ പ്രണയലക്ഷ്മി അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസ് സദസ്സിലുള്ള ഓരോരുത്തരുടെയും മനസ്സിലിടം പിടിച്ചു. അതിനുശേഷം ബ്രില്യന്റിലെ സന്തത സഹചാരിയായ രജകുമാർ സാറിന്റെ ശ്രുതിമാധുര്യം നിറഞ്ഞ ഗാനം പ്രേക്ഷകരുടെ മനം നിറച്ചു. മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അധ്യാപകനായ ജോസഫ് ചാണ്ടിയും അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയും ചേർന്ന് ആലപിച്ച മനോഹരമായ ഗാനം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. പ്രൊഫസേഴ്സ് ഫാമിലി മീറ്റിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തിയ ഒന്നായിരുന്നു ഭക്ഷണത്തിന്റെ വൈവിധ്യ ലോകം. സുരക്ഷിതവും സ്വാദിഷ്ടവുമായ ഭക്ഷണം ഒരുക്കിയത് കേരളത്തിലെ തന്നെ നമ്പർ 1 കേറ്ററിംഗ് സർവീസ് ആയ നിള കേറ്ററിംഗ് ആയിരുന്നു. സംഗീത വിരുന്നിനാൽ സമൃദ്ധമായിരുന്നു കൊച്ചിൻ സൗണ്ട് ബോയ്സ് അവതരിപ്പിച്ച ഗാനമേള. സംഗീത പ്രേമികളുടെ മനസ്സിൽ എക്കാലവും ഇടം പിടിച്ച ഒരു പിടി ഇമ്പമാർന്ന ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനമേള ഈ പ്രോഗ്രാമിന്റെ മുഖ്യ ആകർഷണമായിരുന്നു. ബ്രില്യന്റിലെ ഓരോ അധ്യാപകരും അവരെ അക്കാഡമിക്കലി ബ്രില്യന്റ് ആക്കുന്നതിലും നേർവഴി കാട്ടിക്കൊടുക്കുന്നതിലും തെറ്റുകൾ തിരുത്തിക്കൊടുക്കുന്നതിലും പ്രചോദനമാവുന്നതിലും ബ്രില്യന്റിലെ അധ്യാപകർ ചെലുത്തുന്ന സ്വാധീനം അത്രമേൽ വലുതാണ്. കുടുംബവുമൊത്ത് ബ്രില്യന്റ് ഫാമിലിയിലേക്ക് ഇന്ന് കടന്നു വന്ന അധ്യാപനം എന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സേവനം തിരഞ്ഞെടുത്ത് ബ്രില്യന്റിന്റെ ഭാഗമായ എല്ലാ അധ്യാപകർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി. ഇനി അങ്ങോട്ടും ബ്രില്യന്റ് ഫാമിലിയിലെ അംഗമായി ചേർന്ന് നിന്ന് നമ്മൾ ഒരുമിച്ച് ഈ വിജയയാത്ര തുടരും. Brilliant Study Center, India's #1 coaching center for NEET and JEE.